സ്പീക്ക് ഈസി ഇംഗ്ലീഷ് അക്കാദമിയിലേക്ക് സ്വാഗതം. നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ സംഭാഷണത്തിൻ്റെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഹൗ ആർ യു. ഇതിന് അധികം ആളുകൾ മറുപടി കൊടുക്കുന്ന രീതി ഐ ആം ഫൈൻ താങ്ക്സ് എന്നാണ്. പക്ഷേ ഇത് കൂടാതെ നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് രീതികളിലൂടെ ഇതിന് മറുപടി നൽകാം. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട 7 രീതികളെക്കുറിച്ചാണ് ഞാനിപ്പോൾ ഇവിടെ വിശദീകരിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഒന്നാമതായി നിങ്ങൾ വളരെ ടെൻഷനോട് കൂടി വളരെ സ്ട്രെസ്ഫുള്ളായി നിങ്ങളൊരു സ്ഥലത്തിരിക്കുകയാണ്. ആ സമയത്താണ് ഒരാൾ വന്ന് നിങ്ങളോട് ചോദിക്കുന്നു ഹൗ ആർ യു. അപ്പം നിങ്ങൾക്ക് പറയാം ഐ ആം ട്രൈങ് ടു സ്റ്റേ അലൈവ്. ഐ ആം ട്രൈങ് ടു സ്റ്റേ അലൈവ്. അതിനർത്ഥം ഞാൻ ജീവിച്ചിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതായത് അത്രത്തോളം വലിയൊരു പ്രശ്നം എന്നെ ഇപ്പം പിടിച്ചു കുലുക്കുന്നുണ്ട് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു മറുപടിയാണ്, ഇപ്പം നിങ്ങളൊരു സുഹൃത്ത് നിങ്ങളെ ഒരാഴ്ച മുമ്പ് കണ്ടു. അന്ന് നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു, വ്യത്യസ്തങ്ങളായിട്ട് ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങളെ വീണ്ടും കണ്ടു. അപ്പോൾ അന്ന് നിങ്ങൾ കുറച്ചും കൂടി മെച്ചപ്പെട്ടിട്ടുണ്ട്, പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറയാം ഹൗ ആർ യു. ഐ ഹാവ് ബീൻ ബെറ്റർ. ഐ ഹാവ് ബീൻ ബെറ്റർ. ഓക്കെ, മറ്റൊരു മറുപടിയാണ് ഐ നീഡ് ഓഫ് സം പീസ്. നിങ്ങൾ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെ സമാധാനത്തിന് വേണ്ടി നിങ്ങൾ കൊതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തൊക്കെ നിങ്ങൾക്ക് ഈ ഒരു മറുപടി വളരെ ആപ്റ്റായിട്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു മറുപടിയാണ് ഐ ആം ഫീലിംഗ് ഗ്രേറ്റ്ഫുൾ. ഐ ആം ഫീലിംഗ് ഗ്രേറ്റ്ഫുൾ. ഹൗ ആർ യു. ഐ ആം ഫീലിംഗ് ഗ്രേറ്റ്ഫുൾ. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് പറയാം ഹൗ ആർ യു. സെയിം ഓൾ. സെയിം ഓൾ. ഇപ്പോൾ പണ്ടത്തെ മാതിരി തന്നെയാണ്, വലിയ മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം സെയിം ഓൾ. സെയിം ഓൾ. ഓക്കെ, മറ്റൊരു മറുപടിയാണ് ലവിങ് ദ ലേസി സൺഡേ. നിങ്ങളൊരു സൺഡേസിലൊക്കെ ഒരു ഫ്രണ്ടൊക്കെ നിങ്ങളോട് ചോദിക്കുന്നു ഹൗ ആർ യു. അപ്പോൾ നിങ്ങൾ ആ ഒരു സൺഡേ സെലിബ്രേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു മൂഡിലാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ലവിങ് ദ ലേസി സൺഡേ. ഓക്കെ, മറ്റൊരു മറുപടിയാണ് ഗിയറിങ് ആപ്പ് ഫോർ ദി വർക്ക്. അപ്പോൾ നിങ്ങളൊരു വർക്കിന് വേണ്ടിയിട്ട് ഇങ്ങനെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തൊക്കെ അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും പ്രൊജക്റ്റിന് വേണ്ടിയിട്ടോ നിങ്ങളുടെ ക്ലാസ്സിന് വേണ്ടിയിട്ടോ എന്തെങ്കിലും ഒരു വിഷയത്തിനൊക്കെ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തൊക്കെ ആരെങ്കിലുമൊക്കെ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഗിയറിങ് ആപ്പ് ഫോർ മൈ വർക്ക്. ഗിയറിങ് ആപ്പ് ഫോർ മൈ പ്രോജക്റ്റ്. ഞങ്ങളുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ വാച്ച് ചെയ്യുന്നതെങ്കിൽ ആ സബ്സ്ക്രിപ്ഷൻ ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അതും കൂടി നിങ്ങൾ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കും.